ഇന്ന് നമുക്ക് തേങ്ങാക്കൊത്തും വറ്റൽമുളകൊക്കെ ചതച്ചിട്ടിട്ടുള്ള ഒരു അടിപൊളി പയർ മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ നല്ല നാടൻ അച്ചിങ്ങ പയർ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 250 ഗ്രാം ഉണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വന്നാൽ ഒരു കൈപ്പിടി തേങ്ങാക്കൊത്താണ്. അതൊന്നിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ റോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള അച്ചിങ്ങ പയറും ഒരു തണ്ട് കറിവേപ്പില, മെഴുക്ക് പുരട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതൊരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ട, തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കണേ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യമായിട്ട് ഒരു 4 വറ്റൽമുളക് ചതച്ചതും, ഇതിലേക്കൊരു പകുതി സവോള ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് തുറന്ന് വെച്ച് തന്നെ നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു മെഴുക്ക് പുരട്ടി കുറച്ച് സ്പൈസിയാണ്. അപ്പോൾ സ്പൈസ് ലെവലൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇതേപോലത്തെ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക.